ഇപ്പോൾ സരിൻ പുറത്തു വന്നിട്ട് പറയുന്ന കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ട് സരിൻ പറഞ്ഞ ഒരു കാര്യം CPIM-ന് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തേ പറ്റൂ. കാരണം ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകൾ, ഇടതുപക്ഷ ചേരിയിലെ വോട്ടുകൾ അത് ഷാഫി പറമ്പലിന് കിട്ടി എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് അന്ന് ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന കോൺഗ്രസിന്റെ അകത്ത് നിന്നിരുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അയാൾ ഇടതുപക്ഷത്ത് വന്നിട്ട് പറയുന്നത് ഇടതുപക്ഷത്തെ തന്നെ വെട്ടിലാക്കി. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഒരു പൂട്ടിടേണ്ടി വന്നത്. നാവിനൊരു പൂട്ടിട്ട് പിന്നീട് കൃത്യമായ കാര്യങ്ങൾ പഠിച്ച ശേഷം പറയാൻ പാർട്ടിയുടെ അത്രയധികം വലിയ തുടക്കകാലത്ത് കുറെ സംസാരത്തിനകത്ത് പിഴവ് പറ്റിയെങ്കിലും അതിനുശേഷം കാര്യങ്ങൾ നോക്കിക്കൊണ്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ട്രോളി അടക്കമുള്ള വിവാദങ്ങൾ, കത്ത് വിവാദം, ഈ സ്പിരിറ്റ് വിവാദം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ സരിൻ യഥാർത്ഥത്തിൽ വീടുകൾ കയറി ഇറങ്ങി വോട്ട് സമാഹരിക്കായിരുന്നു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നു. മറ്റു നേതാക്കൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. സരിൻ വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി പാർട്ടിയുടെ ഒരു നിർദ്ദേശം അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. അല്ല, നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ കണ്ടു 10 പാലക്കാട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 5 പേര് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നവരില്ല. അതിൻ്റെ അത് 2 പേര് 3 പേര് കോൺഗ്രസ്സുകാരെ പറയും, 3 പേര് BJP പറയും, 3 പേര് CPM പറയും എന്നുള്ളൊരു ലൈനിലാണ്. അപ്പോൾ അത് നമ്മളൊരു ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എത്ര ഒരു 10-25 പേരുടെ നമ്പറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതൊരു ഭൂരിഭാഗം ആൾക്കാർ ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് പറയും. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആൾക്കാർ പറയുന്നുമില്ല. സത്യം പറഞ്ഞ ത്രികോണ മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് അടുത്തെങ്ങും കാണാത്ത, അല്ലെങ്കിൽ അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിലും കാണാത്ത അത്രയും ഒരു ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ CPM-ന് കഴിഞ്ഞു എന്നുള്ളത് CPM-ന്റെ ഒരു നേട്ടമായിട്ട് തന്നെ കാണുന്നു. ഈ ത്രികോണ മത്സരത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ വോട്ട് പെർസെൻറ്റേജ് ഒക്കെ നോക്കുമ്പോൾ ഏതായാലും 3-ാം സ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും, 2-ാം സ്ഥാനത്ത് ഒരാളുണ്ടാവും, ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. വലിയ വോട്ട് പെർസെൻറ്റേജ് വ്യത്യാസത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഈ അവസാനം ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് റിസൾട്ടിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനക്കാരും തമ്മിലായിരുന്നു മത്സരം എന്ന് പറയാം. അങ്ങനെയാണല്ലോ അത് നടക്കുന്നത്. നമ്മൾ ഭൂരിപക്ഷം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3-ാമത് നിൽക്കുന്ന ആളിൽ നിന്ന് 1-ാമത് നിൽക്കുന്ന ഭൂരിപക്ഷം അല്ലല്ലോ, 2-ൽ നിന്ന് 1-ാമത് നിൽക്കുന്ന ഭൂരിപക്ഷമാണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ 1-2 മത്സരം, 1-2 ആളുകൾ ഉണ്ടാകും. പക്ഷെ ഒരു മത്സരത്തെ ഈ രീതിയിൽ ടൈറ്റ് ആക്കുന്നത് എപ്പോഴും 3-ാമതൊരു സ്ഥാനാർത്ഥിയുടെ വരവ് തന്നെയാണ്. അയാൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ത്രികോണ മത്സരത്തിന്റെ. ചേലക്കര നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ, വയനാട്ടിൽ നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നമ്മളത് പറയുന്നു? ഞാനതിനെ കാണുന്നത് എങ്ങനെയാണ്, ഒരു 5000 തുടങ്ങി 10000 വോട്ടിൽ ജയിക്കുക, 3 സ്ഥാനാർത്ഥി ഡിഫറൻസ് ഒരു 5000 to 10000 അത് ത്രികോണ മത്സരമായിട്ട് കാണാം. അത് ആ 5000 to 10000 വോട്ട് എങ്ങോട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണല്ലോ. അതിനെയാണ് നമ്മൾ ത്രികോണ മത്സരം എന്ന് പറയാം. ഒരു 10000 മേലേക്ക് പോയി നമ്മൾ ത്രികോണ മത്സരം പറയാറില്ല. പക്ഷേ ഇപ്പോൾ 5000 to 10000, ഇപ്പം ഇടതുപക്ഷവും BJP തമ്മിൽ ഒരു 10000-നുള്ളിലാണ്, BJP കോൺഗ്രസ് ഒരു 10000-നുള്ളിലാണ് ത്രികോണ മത്സരമായിട്ട് കാണാം. അത് എങ്ങോട്ട് വേണമെങ്കിലും മാറാം ആ വോട്ട് എന്നുള്ളതാണ്. BJP